എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് കർക്കിടകം 1. മലയാളികൾ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും വേവലാതിപ്പെടുന്നത് ഒരുപക്ഷെ ഈ മഴക്കാലത്തായിരിക്കും. മഴക്കാലം മലയാളികൾക്ക് രോഗങ്ങളുടെ കാലമാണ്. ആടിത്തിമിർക്കുന്ന മഴയ്ക്കൊപ്പം രോഗങ്ങളും ദുരിതങ്ങളും വിരുന്നു വരുന്നതിനാലാകാം നമ്മൾ കർക്കിടക മാസത്തെ പഞ്ഞക്കർക്കിടകം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. കർക്കിടക വറുതി നേരിടാൻ നമ്മുടെ പൂർവികർ കാളെക്കൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഈ കാലയളവിൽ പുലർത്തിയ ചിട്ടയായ ഭക്ഷണ രീതിയും ജീവിതചര്യകളും വരും കാല ദുരിതങ്ങളെ നേരിടാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും അവർക്ക് പ്രാപ്തി നൽകി. രോഗം ഇല്ലാത്തവർക്ക് സ്വാസ്ഥ്യം നിലനിർത്താനും രോഗബാധിതർക്ക് അത് ശമിപ്പിക്കാനും കർക്കിടകത്തിലെ ഔഷധ സേവ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കർക്കിടക കഞ്ഞിയാണ്. നമ്മുടെ വീടുകളിലുള്ള ആഹാര സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഏറ്റവും ലളിതമായി ആരോഗ്യപ്രദമായി ഒരു കർക്കിടക കഞ്ഞി തയ്യാറാക്കി നോക്കാം. 2 പേർക്കുള്ള കഞ്ഞിയുടെ അളവാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പച്ച നെല്ല് കുത്തിയെടുത്ത അരിയാണിത്. ഉണക്കലരി എന്ന് പറഞ്ഞ് ഷോപ്പുകളിൽ ഇത് ലഭ്യമാണ്. 200 ml ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ്. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചെറുപയർ ഇവിടെ എടുക്കാം. ഈ ചെറുപയർ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ 3ാമത്തെ ഇൻഗ്രീഡിയന്റ് ഉലുവയാണ്. 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഈ അളവിൽ ഉലുവ എടുത്താൽ കഞ്ഞിക്ക് കയ്പുണ്ടാവില്ല. ഉലുവ ഇഷ്ടമുണ്ടെങ്കിൽ അളവ് കൂട്ടി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണ്. ഇനി എടുക്കുന്നത് 1/4 മുറി തേങ്ങയാണ്. തേങ്ങ നന്നായി ചിരണ്ടി അത് അരച്ച് അതിന്റെ പാലെടുത്ത് വെക്കണം. തേങ്ങ ഒഴികെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ചിട്ട് ഒരു 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ ജീരകം നഷ്ടപ്പെടാതെ കഴുകാൻ ശ്രദ്ധിക്കുക. ജീരകം സെപ്പറേറ്റ് ആയി കഴുകി ഇതിലേക്ക് ചേർത്താലും മതിയാവും. കഞ്ഞി വെക്കുന്ന പാത്രത്തിന്റെ 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഈ കൂട്ടുകളെല്ലാം നന്നായി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. ഇടയ്ക്കിടെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കഞ്ഞിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉലുവയും അരിയും വെന്ത് വരുന്ന നല്ല സ്മെല്ല് വരുന്നുണ്ട്. നന്നായി വെന്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ആക്കാം. നമ്മുടെ കർക്കിടക കഞ്ഞി തയ്യാറായി. ഇത് നല്ല ചൂടോടെ കഴിക്കണം. നമ്മുടെ കർക്കിടക കഞ്ഞിക്ക് ഒട്ടും കയ്പില്ല കേട്ടോ. എന്നാ ഇതിന് നല്ല സ്വാദുമുണ്ട്. ഈ കഞ്ഞി കർക്കിടക മാസത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു നല്ല ഔഷധ മിശ്രിത ആഹാരമാണ്. പ്രത്യേകിച്ച് പഥ്യങ്ങളൊന്നുമില്ലാതെ ഇത് കഴിക്കാം. കർക്കിടക കഞ്ഞി പലതരം രോഗങ്ങളെ അകറ്റി നിർത്താനും ആരോഗ്യം വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി ഊട്ടിയുറപ്പിക്കാനും സഹായിക്കുന്നു. ഇത് വാതാദി ദോഷങ്ങൾ ശമിപ്പിക്കാനും ത്വക്കിന്റെ ആരോഗ്യവും സൗന്ദര്യവും ഉറപ്പുവരുത്താനും സഹായിക്കുന്നു. എല്ലാവരും ഇന്നു മുതൽ കർക്കിടക കഞ്ഞി കുടിച്ചു തുടങ്ങുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട മറ്റു ചില ആയുർവേദ ഋതുചര്യകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.